നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നടത്തിയ രൂക്ഷമായ ആരോപണങ്ങൾ തള്ളി സഹോദരി ഉഷ മോഹൻദാസ്. ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്തു എന്ന ഗണേഷിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും മറിച്ച് ഗണേഷിന്റെ രാഷ്ട്രീയ ഭാവി രക്ഷിക്കാൻ അദ്ദേഹം ഒത്തുതീർപ്പുകളാണ് ശ്രമിച്ചത് എന്നും ഉഷ മോഹൻദാസ് വെളിപ്പെടുത്തി. യാമിനിയുമായുള്ള കുടുംബ പ്രശ്നങ്ങളിൽ ഗണേഷിനെതിരെ പോലീസ് കേസെടുക്കാതെ ഒത്തുതീർപ്പാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയും മാറ്റിവെച്ച് അദ്ദേഹം ഗണേഷിനെ സഹായിക്കുകയായിരുന്നു. നിയമവഴിക്ക് പോയിരുന്നുവെങ്കിൽ ഗണേഷിന്റെ രാഷ്ട്രീയ ജീവിതം അന്ന് അവസാനിക്കുമായിരുന്നു. സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ ഉമ്മൻചാണ്ടി പേരുണ്ടായിരുന്നില്ല. തന്റെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ള ആ കത്ത് വായിച്ചിരുന്നെന്നും ഉമ്മൻചാണ്ടിയുടെ പേരില്ല എന്നും അദ്ദേഹം തന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണെന്നും ഉഷ വ്യക്തമാക്കി. പിന്നീട് ആ പേര് എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കണമെന്നും ഉഷ മോഹൻദാസ് പറഞ്ഞു. ആ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല. ആ എഴുത്ത് അച്ഛൻ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേരില്ല എന്ന് അച്ഛൻ നേരിട്ട് പറഞ്ഞു. പിന്നെ എവിടെന്ന് പേര് വന്നു എന്ന് കണ്ടുപിടിക്കണം എന്നാണ് ഉഷ മോഹൻദാസ് പറയുന്നത്. കോൺഗ്രസിലേക്ക് തനിക്ക് ക്ഷണമുണ്ടെന്നും ഉഷ മോഹൻദാസ് വ്യക്തമാക്കി. കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ച് മത്സരിക്കണമെന്ന് കോൺഗ്രസുകാർ ആവശ്യപ്പെട്ടെന്നും ഗണേഷിനെതിരെ താൻ മത്സരിക്കില്ലെന്നും ഉഷ പറഞ്ഞു. കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. മത്സരിച്ചാൽ വലിയ വിജയം നേടുമെന്ന് ഉറപ്പായിരുന്നു. പിന്നീടാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നത്. കൊട്ടാരക്കര കിട്ടിയില്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തയ്യാറല്ല. ഗണേഷിനെതിരെ പത്തനാപുരത്ത് മത്സരിക്കില്ല. വ്യക്തിപരമായ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല എന്നാണ് ഉഷ മോഹൻദാസ് പറയുന്നത്. തന്നെയും കുടുംബത്തെയും ദ്രോഹിച്ച രണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയാണ് എന്ന് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. മധ്യസ്ഥ പറഞ്ഞ് കുടുംബം ഇല്ലാതാക്കിയെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. തന്റെ പിതാവിനെ ഗണേഷ് കുമാർ ദ്രോഹിച്ചുവെന്ന ചാണ്ടി ഉമ്മൻ എം.എൽ.എയുടെ ആരോപണത്തിനായിരുന്നു ഗണേഷിന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടിയാണ് ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചുവെന്ന പുതിയ കഥ. ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ അറിയാത്തൊരു രഹസ്യം തെരഞ്ഞെടുപ്പിന് തലേന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ലേ? എന്റെ കുടുംബം തകർത്ത എന്റെ മക്കളെയും എന്നെയും രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയുമോ? ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയുമോ? ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? എന്ത് കുറ്റം ചെയ്തിട്ടാണ് 2003 മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത്? എന്റെ പേരിൽ ഏത് കേസാണ് ഉള്ളത്? ഒരു കുടുംബ വഴക്കിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ പറ്റിച്ചു എന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാലും കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് ഗണേഷ് കുമാറിന്റെ സഹോദരി പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അച്ഛന്റെ 16 കഴിഞ്ഞ് അവിടുന്ന് വിഷമത്തോടുകൂടി ഞാൻ ഇറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോ അച്ഛന്റെ അസ്ഥി കൊണ്ടുവന്ന് അതിലൊന്ന് നമസ്കരിക്കാൻ പോലും എന്നെ അനുവദിച്ചില്ല, എന്നെ കയറ്റിയില്ല. അവർ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി. എന്നെ അറിയിച്ച പോലുമില്ല. അതെനിക്ക് വലിയ ദുഃഖമാണ്. കാരണം അച്ഛൻ ഓരോ കർമ്മം ചെയ്യുന്ന കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരും എന്റെ കർമ്മം ചെയ്യത്തില്ല, നീ നിന്റെ കൊച്ചുമോനെയും കൊണ്ടുപോയി കാശിയിൽ പോയി ചെയ്യണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അത് ഞാൻ ചെയ്തു. എന്റെ കൊച്ചുമോനെയും കൊണ്ടുപോയി കാശിയിൽ പോയി ഞാൻ മനോഹരമായിട്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ അന്ന് അത് ഒരു അച്ഛന്റെ അവസാനത്തെ കർമ്മമാണ് അസ്ഥി നമസ്കരിക്കുക. അതില് എന്നെ തൊടിയിച്ചില്ല, എന്നെ അറിയിച്ചുമില്ല. അതെനിക്ക് വളരെ വേദനയായിരുന്നു. ബാലകൃഷ്ണപിള്ള പലരോടും പറഞ്ഞിട്ടുണ്ട്, ഈ പൂജപ്പുരയിലെ ജയിൽ ജീവിതത്തിന് ശേഷം തിരിച്ചു വന്ന ആ ഒരു 2 വർഷക്കാലം തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ച കാലഘട്ടമായിരുന്നു. അതിനുള്ള കാരണം മകന്റെ ഒറ്റപ്പെടുത്തലാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ? വേറെ ഒരു കാരണം അച്ഛനില്ല. ബാക്കി എല്ലാം അച്ഛൻ വളരെ സന്തോഷം. മകൻ ഈ അച്ഛനെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളൊരു വേദന അച്ഛനുണ്ടായി. അതിന്റെ തിരിച്ചടിയാണോ പിന്നീട് ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയത്? ഒരു വിധി വൈപരീത്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. മന്ത്രിസ്ഥാനം അച്ഛന് അത് സത്യം പറയാം, അച്ഛൻ അന്ന് ഇലക്ഷൻ ജയിച്ച അച്ഛനും ഗണേശനും ഒന്നിച്ച് ജയിച്ചു. സ്വാഭാവികമായിട്ട് അച്ഛൻ ചെയർമാനാണ് മന്ത്രിയാവുന്നത്. അങ്ങനെ A.K. ആന്റണി സാറായിരുന്നു മുഖ്യമന്ത്രി. അന്ന് തീരുമാനം എടുത്തു അച്ഛൻ മന്ത്രിസ്ഥാനത്തിലേക്ക് വരാൻ. നാളെ സത്യപ്രതിജ്ഞ, മറ്റന്നാൾ സത്യപ്രതിജ്ഞ. എല്ലാം റെഡിയായി. കൊട്ടാരക്കരക്കാരെല്ലാം എപ്പോഴത്തെ പോലെ റെഡിയായി ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ഒരു മൂവ് ഉണ്ടായി. എവിടുന്നാ എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ബാലേശ്വർ കനാര സാറാണ് അതിന്റെ പിന്നിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പത്മജി അവരോട് ഒരു പോലെ ഗണേശൻ മന്ത്രിയാവട്ടെ. കരുണാകരനുമായിട്ട് വലിയ അടുപ്പമാണ്, കുടുംബമായിട്ട് വലിയ അടുപ്പമാണ്. അങ്ങനെ ആ വഴി വന്നതാണെന്ന് ആന്റണി സാറ് പറഞ്ഞു. ആന്റണി സാറിന് അങ്ങനെ ഒരു കമ്പൽഷൻ ഉണ്ടായി, അച്ഛനെ മാറ്റി നിർത്തി മകനെ മന്ത്രി. അത് തന്നെ ഏറ്റവും വലിയ ഒരു ഫീലിംഗ് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അമ്മയ്ക്കൊക്കെ നല്ല വേദനയായിരുന്നു. അങ്ങനെ അച്ഛൻ അനുകൂലിച്ചിട്ടില്ല. ഇല്ല, ഒരിക്കലും അച്ഛനെ വിട്ട് അമ്മ ഒരു കാര്യം, മകനോട് വലിയ സ്നേഹമാണ്, വാത്സല്യമാണ്, ഒരു മകനല്ലേ ഒക്കെ ഉണ്ടെങ്കിലും അച്ഛനെ വിട്ട് അമ്മ നിൽക്കില്ല.
മകനെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞു? പറഞ്ഞു, ദേഷ്യപ്പെട്ടു. മോശമാണെന്ന് പറഞ്ഞു. അതിനോട് എങ്ങനെ പ്രതികരിച്ചേ? അയാൾക്ക് വിഷമം ഉണ്ടായിരിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അന്നൊക്കെ കുറച്ച് വിഷമം. പക്ഷെ പിന്നെ അച്ഛന്റെ വിഷമം അതിലായിക്കോട്ടെ. മന്ത്രിയായപ്പോ എല്ലാവരും ഇപ്പൊ പറയും ബാലകൃഷ്ണനുള്ള മകനെ പെരുന്തച്ചൻ അല്ല, കഷ്ടമാണ് അത് പറഞ്ഞ. പെരുന്തച്ചൻ കോംപ്ലക്സ് അല്ല. ഇപ്പൊ മാണി സാറുണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ഇവരാരും ജീവിച്ചിരിക്കുമ്പോ മക്കൾ ആരും വന്നില്ലല്ലോ. അവരെല്ലാം അച്ഛന്റെ കാലശേഷം അല്ലെ അച്ഛന്റെ അനുവാദത്തോടോ ആശീർവാദത്തോടു കൂടിയല്ലേ വന്നത്. അതാണ് അച്ഛന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഏത് കോടതിയിൽ ഒരു സിവിൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോറൻസിക്കിനേക്ക്. അത് എല്ലാ കേസിനും അങ്ങനെയാണ്. അത് ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഒരു മൂവ്മെന്റ് ഒന്നും അല്ല. അപ്പൊ ഫോറൻസിക്കിന് പോയി. ഈ ഫോറൻസിക് കഴിഞ്ഞ് അച്ഛൻ ഒപ്പിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അച്ഛനെ 1 വർഷമായി, ഈ മരിക്കുന്നതിന് 1 വർഷമായി അച്ഛൻ ഒപ്പിടാൻ പറ്റില്ല. ഈ പാർക്കിൻസോൺസിന്റെ അസുഖം ഉള്ളതുകൊണ്ട് സൈൻ ചെയ്യാൻ പറ്റത്തില്ല, കൈവിറയലുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് മനോജ് പൊന്നച്ചൻ, അയാളായിരുന്നു അവിടുത്തെ ഭരണം. അയാൾ കൈപിടിച്ചാണ് 1 വർഷമായിട്ട് സകല ചെക്ക് ബുക്കുകളും സകല പേപ്പേഴ്സും സകലതും ഒപ്പിടിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു വിൽപ്പത്രം ഒപ്പിടാൻ ഒരു പ്രയാസമില്ല. ഉണ്ടോ? അപ്പൊ ഇതൊരു വലിയ തട്ടിപ്പാട് നടന്നു. തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. തട്ടിപ്പല്ല, അത് ക്രൂരത. കാരണം എന്നെ ഒഴിവാക്കിക്കൊണ്ടാണ്. എന്നിട്ട് എല്ലാവരോടും പറയുന്നത് ഒരുപാട് കൊടുത്തു എന്ന്. കുറച്ച് ഓർണമെന്റ്സും മക്കളെ കല്യാണം കഴിപ്പിച്ച് തിരുവനന്തപുരത്ത് വീട്, അതാ ഒരു പെൺമക്കൊക്കെ ചെയ്യുന്ന അത്ര വലിയ സംഭവമാണോ? അങ്ങനെ നോക്കാൻ ഗണേശൻ അതുപോലെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ സഹോദരിക്ക് കിട്ടേണ്ട ന്യായമായ സ്വത്തുക്കൾ തട്ടിയെടുത്ത ഒരാളാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിൽ ഒരു മന്ത്രിയായിട്ടിരിക്കുന്നത്. സത്യമല്ലേ? എനിക്കത് റെക്കോർഡുണ്ടല്ലോ. ഇതൊക്കെ കോടതിയിൽ വന്ന് നിങ്ങൾ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ. ഇത് ഞാൻ പറയുന്ന കള്ളമാണോ, ഞാൻ ഇരുന്ന് കള്ളം പറയുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതിന് റെക്കോർഡ്സ് ഉണ്ടല്ലോ. അച്ഛനും മകനും കൂടെ അത്ര വലിയ യോജിപ്പുകളൊന്നും ഇല്ലായിരുന്നു അതിന് മുൻപ് തന്നെ. പക്ഷെ എന്നാലും ഇതോടുകൂടിയാണ് ഇത്. ചിലർ പറയുന്നു ഒരു തന്നിഷ്ട സ്വഭാവമുണ്ട് ബാലകൃഷ്ണപിള്ളയ്ക്ക്, അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ മകനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന മരണം വരെ മകന്റെ ആവശ്യം വരുമ്പം ഓടിച്ചെല്ലും. മകനെ ഇഷ്ടമല്ലെങ്കിൽ തന്നെ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യും. മകന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ക്രിമിനൽ കേസ്, അത് ഇത്, ആ സമയത്തെല്ലാം ഓടിച്ചെന്ന് അവരുടെ കാല് പിടിച്ചവരെ രക്ഷിക്കും.